ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശങ്കരനാരായണ മാഷോട് പറയാണ്, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും പ്രാപ്തിയായിട്ടുള്ള മക്കളാണ് അവരെ ഇനിയും കുട്ടികളാണെന്ന് കരുതേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം മാഷ് പറയാണ്, അതൊക്കെ ശരി തന്നെയാണ്, എങ്കിലും നമ്മൾ ഇത്രയും ജീവിതം കണ്ടതല്ലേ, അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ലേ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞാണ്, ഇത് തെറ്റുപറ്റിയതാണോ അല്ലെങ്കിൽ സാധാരണ ഒരു വിവാഹം കഴിഞ്ഞ ദമ്പതികളാണെന്നുണ്ടെങ്കിൽ അവരെ തിരുത്തി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. ഇതിപ്പോൾ ഞാനോ മാഷോ ആയിട്ട് ഉണ്ടാക്കിയൊരു വിവാഹമല്ലല്ലോ, അത് അതിൻ്റെതായ രീതിയിൽ ആ ഒരു രീതിയിൽ നടന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ നോക്കാണ് കേട്ടോ. വിക്രം ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, സാറ് പറയുന്നതൊക്കെ ശരി തന്നെയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു വർഷക്കാലത്തോളം വേദ ആ വീട്ടിൽ ജീവിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ആ വീട് ഞാൻ വിക്രമിനെതിരെ ആയിട്ട് വന്നതാണ്, അല്ലെങ്കിൽ വിക്രമിനോട് വെറുപ്പ് ആയിട്ടാണ് ആ വീട്ടിൽ ജീവിച്ചതെന്നുണ്ടെങ്കിൽ ആ വീട് അവൾ സ്വന്തം വീട് പോലെ കരുതൂലായിരുന്നു എന്ന് പറയുകയാണേ. അപ്പോൾ എനിക്ക് അവളെ കാണണം, അവളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയണം. അപ്പോൾ മാഷ് പറയാണ്, തിരിച്ചു വിളിച്ചു, മാഷല്ല ശങ്കരനാരായണൻ പറയാണ്, തിരിച്ചു വിളിച്ചു കൊണ്ടുപോകാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ മാഷ് പറയാണ്, അങ്ങനെ എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ട് എന്ന് പറയുകയാണേ. അപ്പോൾ പത്മം പറഞ്ഞത്, ശങ്കരേട്ടാ അവർ കണ്ടോട്ടെ എന്ന് പറയാണ് കേട്ടോ, അവർക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണേ. അപ്പോൾ മാഷോട് ശങ്കരനാരായണൻ പറയുകയാണേ, ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തോ അല്ലെങ്കിൽ അവളെ സ്വാധീനിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കരുതെന്ന് പറയും. അപ്പം മാഷ് പറയും, അതെ കാര്യം സാറിൻ്റെ മകളാണ് വേദ, പക്ഷേ സാറിനോളം തന്നെ എനിക്ക് അവളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരാൾക്കും അവളെ ഇമോഷണലി സ്വാധീനിക്കാനോ അതിനൊന്നും കഴിയില്ല. അങ്ങനെ സ്വാധീനിച്ച് എനിക്കൊരിക്കലും അവളെ കൊണ്ടുപോകാനും കഴിയില്ല. അവൾ അങ്ങനെ മനസ്സുള്ളൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അവർക്ക് മനസ്സിലാവാം കേട്ടോ വേദനോട്, ആ വീട്ടുകാർക്കും മാഷുക്കൊക്കെ എന്തോരം സ്നേഹമുണ്ടെന്ന്. ആ വീട്ടിലുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ അവൾ എത്രമാത്രം സ്ഥാനം നേടിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറയുകയാണേ. അങ്ങനെയൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണേ. അപ്പോഴേക്കും നമ്മുടെ ദീപ്തി ചായയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ദീപ്തി ചായയും കൊണ്ടുവരുമ്പോൾ അവരോട് ചായ എടുക്കാനായിട്ട് മാഷ് പറയാണ് കേട്ടോ. അപ്പോഴൊക്കെ നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവർ പറയുന്നതൊക്കെ. അങ്ങനെ അവർ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇവർ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പത്മം പറയുന്നുണ്ട്, എന്തായാലും വിക്രം ഒന്ന് കാണട്ടെ എന്ന് പറയുകയാണ്. അന്നേരം പത്മം പറഞ്ഞ്, കണ്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് അവസാനിപ്പിച്ചോട്ടെ എല്ലാ കാര്യങ്ങളും. എന്തായാലും മോള് പുറമേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കാണേണ്ടവർ തന്നെയാണല്ലോ നാളെ. ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇവർ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് കൊമ്പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മോളുടെ ഭാവിയെ പറ്റിയിട്ട് അന്വേഷിക്കാമല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ പത്മം. കാരണം പത്മത്തിൻ്റെ മനസ്സിൽ എന്തായാലും വേദന വേറെ കെട്ടിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശങ്കരനാരായണനും അതിന് സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെയും ശങ്കരനാരായണൻ പറയുന്നുണ്ട് മാഷോട്, ഇമോഷണലി അവളെ സ്വാധീനിച്ച് കൊണ്ടുപോകാൻ നോക്കരുത്. പിന്നെ അവളിങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവളോട് ഇങ്ങോട്ട് കയറി വരണ്ട എന്ന് പറയാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാത്തത് ജന്മം കൊടുത്തു പോയില്ലേ. അപ്പോൾ പിന്നെ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോഴേക്കും ദീപ്തിനോട് മുകളിൽ പോയിട്ട് വേദനോട് പറയാണ്, വിക്രമും അച്ഛനും വന്നിട്ടുണ്ട്, താഴത്തേക്ക് ഇറങ്ങി വരാനായിട്ട് പറയാണ്. അങ്ങനെ ദീപ്തി വേഗം തന്നെ മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് ചെന്നിട്ട്, ചേച്ചി വേഗം താഴത്തേക്ക് വേഗം വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം ചോദിക്കും. ചേച്ചിനെ കാണാനായിട്ട് 2 ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറയും. 2 ആൾക്കാരോ? ആ അതെ. ആര്? ഒന്ന് ഗസ് ചെയ്യുന്നു പറയും കേട്ടോ. ആരാണെന്നറിയോ? അപ്പോൾ വിക്രമാണോ എന്ന് ചോദിക്കണം. ആഹാ, അതൊക്കെ അറിയാലോ, ഇതാണ് മനപ്പൊരുത്തം എന്ന് പറഞ്ഞാലെന്ന് പറഞ്ഞിട്ട് ദീപ്തി പറയാനേ. വിക്രം ചേട്ടൻ മാത്രമല്ല, വിക്രം ചേട്ടൻ്റെ അച്ഛനും വന്നിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ വേദിക്ക് വല്ലാത്തൊരു സങ്കടം പോലെയൊക്കെ ആവട്ടോ. വാ ചേച്ചി. ഇല്ല, ഞാൻ വരുന്നില്ല, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് അസുഖമാണെന്ന് പറയും. പിന്നെ അസുഖമാണെന്ന് പറഞ്ഞാൽ അവരെന്ത് അസുഖമാണെന്ന് ചോദിക്കും. പിന്നെ വിക്രം ചേട്ടൻ്റെ അച്ഛൻ ഇങ്ങോട്ട് കയറി വരും. പിന്നെയും അവരെ ഫേസ് ചെയ്യണ്ടേ. ഞാൻ എന്തായാലും അവിടെ ചെന്ന് പറയാൻ പോവുകയാണ്, ചേച്ചി ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാൻ കേട്ടോ. ഞാൻ വരുന്നില്ല, എനിക്ക് കാണാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട എന്നൊക്കെ പറയും. ഇല്ല, ഞാൻ എന്തായാലും ചെന്ന് ഇങ്ങോട്ട് വിക്രം ചേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് ദീപ്തി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണേ. അപ്പോഴേക്കും വേദ വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ ദീപ്തി ഓടി ചെന്നിട്ട് വിക്രം ചേട്ടനോട് മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു ചേച്ചി എന്ന് പറയുമ്പോൾ പത്മത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വേദം മോള് പറഞ്ഞു അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അല്ലാതെ പിന്നെ വേറെ ആര് പറയാൻ ചോദിക്കുകയാണ് ദീപ്തി. അങ്ങനെ നമ്മുടെ വിക്രം മുകളിലേക്ക് കയറി പോണേ. അപ്പോൾ വേദ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, പൊട്ടിപ്പോകാതെ നോക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണേ.
അങ്ങനെ വേദ വാതിൽ തുറന്ന് നോക്കുമ്പോൾ തന്നെ വിക്രം ഇങ്ങനെ വരുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം തന്നെ വേദയ്ക്ക് സങ്കടം വരാണ് കേട്ടോ വിക്രമിനെ കാണുമ്പോൾ. അപ്പോൾ വിക്രം ഇങ്ങനെ വന്നിട്ട് വേദയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഒരു കാര്യം മാത്രമേ അറിഞ്ഞാൽ മതി, സ്വന്തം ഇഷ്ടത്തിനാണോ നീ പോകുന്നത് അതോ വേറെ ആരെങ്കിലും വഴി എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടാണോ നീ പോകുന്നത്, അതാണ് എനിക്ക് അറിയേണ്ടത് എന്ന് പറയുകയാണേ. അന്നേരം വേദ പറയണത് സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ പോകുന്നത്, അല്ലാതെ വേറെ ആരും എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയാണേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതറിയണ്ടേ ചോദിക്കാൻ കേട്ടോ. സ്വന്തം ഇഷ്ടത്തിനാണോ പോകുന്നതെന്ന് ചോദിച്ചു, അതിന് മറുപടി തരുകയും ചെയ്തു. അത്ര അറിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വിക്രം പറയാണ്, അങ്ങനെയല്ല വേദ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് പറയാൻ കേട്ടോ. നീ ശ്രീനി സാറിനായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാത്തതിൻ്റെ പേരിലാണ് നീ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, എന്തായാലും ഈ ഒരു ഇലക്ഷൻ കാലം മാത്രമേ ഞാൻ ശ്രീനി സാറിൻ്റെ കൂടെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ശ്രീനി സാറിൻ്റെ കൂടെ പ്രവർത്തിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേദന പറഞ്ഞ് മനസ്സിലാക്കാണ് കേട്ടോ. അന്നേരം വേദ എന്നുണ്ടെങ്കിൽ എടുത്തടിച്ച പോലെ മറുപടി പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, എന്ത് പൊരുത്താണ് നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുകയാണേ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, നീ ആ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിളിക്കാതെ തന്നെയാണ് ആ വീട്ടിലേക്ക് വന്നത്. പിന്നെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട്, അന്നൊന്നും നീ പോകാൻ കൂട്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറയാണ് കേട്ടോ, ഈ ഒരു സമയത്ത് നീ ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നെ എൻ്റെ ഞാനുള്ളപ്പോൾ പോകാഞ്ഞത്, ഞാൻ പോകുന്നതൊക്കെ നോക്കി പോകുന്നത് എന്നെ നീ പോണ കാഴ്ച ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കാര്യം എൻ്റെ ഒരു ചിന്തയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെ വന്നാലും നിങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്ന പോലെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങളെ വിളിച്ചു പോരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, വേദ നീ ഇത്രയും കാലം ആ വീടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ശ്രീനി സാറിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല ഇനിയെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അച്ഛനും ആകെ കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഒരുപാട് കാലമായിട്ട് സംസാരിക്കാതിരുന്ന അച്ഛനും ഞാനും തമ്മിൽ നിന്ന് സ്നേഹത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നീയാണ്. അപ്പോൾ അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ മാറ്റില്ല എന്ന് നിനക്കറിയാലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറയണ അപ്പോഴും അതിലൊരു ക്ലോസ് ഉണ്ട്, ഇലക്ഷൻ കഴിയുന്നത് വരെ എന്നുള്ളത്, അതും അവിടെ നിലനിൽക്കല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. വേദ ഇത്രയും കാലം എന്നെ സ്നേഹിച്ച ഒരാളല്ലേ, എന്നെ കൂടെ നിർത്തിയ ഒരാളല്ലേ, ആ ആളെ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ഇലക്ഷൻ സമയം വരെ എന്ന് പറഞ്ഞത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയുന്നതാണ്, എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒരു ഭാര്യ, ഒരു കുടുംബം, ഒരു കുടുംബജീവിതം ഒന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. നീ വന്ന കയറി കാലത്തും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ഞാനും അങ്ങനെ ആഗ്രഹിച്ചു പോയി, ഒരു കുടുംബജീവിതമൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം വരുന്നുണ്ട് കേട്ടോ, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും നീയും ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് കഴിഞ്ഞതല്ലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദയ്ക്ക് എന്തൊരുമിച്ച് കഴിഞ്ഞത്, ഞാനും നിങ്ങളും ഒരു വീട്ടിൽ കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഞാനും ജീവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു അംഗീകാരം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ മുമ്പെന്നൊക്കെ ചോദിച്ചിട്ട് വേദ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, വേദ ഭാര്യയായിട്ട് ഞാൻ ഭാര്യയായിട്ട് നിന്നെ അംഗീകരിച്ചു, പക്ഷെ ഭർത്താവായിട്ട് നീ എന്നെ അംഗീകരിക്കും, ആ ഒരു സ്ഥാനം നീ നേടും, അതുപോലെ തന്നെ ആ ഒരു സ്ഥാനം നിനക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നില്ലേ, അതുകൊണ്ടല്ലേ നീ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തത്. മാത്രമല്ല എനിക്ക് അപകടം പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ലേ എന്നെ ആ ഒരു കാര്യത്തിന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നീ എനിക്ക് ഉറക്കഗുളിക അന്ന് ഉറക്കി എന്നെ ആ ഒരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത്. അതൊരു ഭാര്യയുടെ അവകാശമല്ലായിരുന്നു, ആ ഒരു ഭാര്യയുടെ അധികാരമല്ലേ നീ അവിടെ എടുത്തതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതൊക്കെ ശരിയാണെന്ന് ആരെങ്കിലും വേദം ഒന്നും മിണ്ടാതെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് കേട്ടോ. കണ്ണ് നിറഞ്ഞു ഒഴുകുന്നതൊക്കെ വിക്രം കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയാണ്, അത്രയൊക്കെ ആയിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ശരിയായില്ല, അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദനോട് ചോദിക്കുകയാണ്, ഈ മലയ്ക്ക് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നു നീ പറഞ്ഞിട്ടുണ്ടായില്ലേ, അതെന്താണെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയുന്നത്, അതെ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തീരുമാനമാണത്, അതാണ് ഞാനിപ്പോൾ എടുത്തതും ഇറങ്ങി പോകുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ. ഓഹോ അങ്ങനെയാണോ അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. വിക്രമാണെന്ന് വെച്ചാൽ കരയാണ് കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകണത് വേദ കാണുന്നുണ്ട്. വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിക്രം പറയാണ്, സാറില്ല, നീ സ്വന്തം ഇഷ്ടത്തിലാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, നിനക്ക് അങ്ങോട്ട് തിരിച്ചു പോരാനായിട്ട് താല്പര്യമില്ലെങ്കിൽ സാറില്ല, വന്നത് തെറ്റായിപ്പോയി, ഇനിയൊരിക്കലും നിൻ്റെ മുന്നിലേക്ക് ഈ ഒരു ആവശ്യമായിട്ട് ഞാൻ വരില്ല, സോറി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് കണ്ണൊക്കെ നിറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകാനായിട്ട്. ഇത് കണ്ടിട്ട് വേദയാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടപ്പെട്ടിട്ട് പൊട്ടിക്കരയാണ്.
ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. നാളത്തെ പ്രമോല് കാണിക്കുന്നത് മാഷ് വരുന്നതാണ് വേദന അടുത്തേക്ക്. വേദന അടുത്ത് വന്നിട്ട് മാഷ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വേദനയോട് മാഷ് ബുദ്ധിപൂർവ്വം പറയുന്നു കേട്ടോ. മാഷ്ക്ക് മനസ്സിലായതല്ല കാരണം എന്നുള്ളത്. മാഷ് പറയാണ്, നീ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നപ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കുന്ന ഒരു കാരണം പറയണമായിരുന്നു, അല്ലാണ്ട് ഈ ഒരു കാരണം പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് ഇറങ്ങി പോരരുതായിരുന്നു എന്നൊക്കെ മാഷ് പറയുമ്പോൾ വേദ മാഷിങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് അച്ഛ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ വേദ മാഷോട് തുറന്നു പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനിവാസൻ്റെ കൂടെ നിൽക്കുന്നതല്ല വേദ പോകുന്നതിൻ്റെ കാരണം എന്നൊക്കെ മാഷിക്ക് മനസ്സിലാവുകയാണ്. ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.